കൊച്ചിയിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് എത്തിച്ച ജീപ്പിൽ മാഗ്നറ്റിക് നമ്പർ പ്ലേറ്റ്. എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റാവുന്ന നമ്പർ പ്ലേറ്റാണ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഡ്രൈവർ ഉപയോഗിച്ചത്. വാഹനത്തിന് 6000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഈ വാഹനം ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് മോട്ടോർ കാറായിട്ട് ദുരുപയോഗം ചെയ്യും. അപ്പം ഈസിയായിട്ട് ഇത് വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യും. ശരിക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റിൽ ആണ് സൈഡിൽ നമ്പർ പ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സ്റ്റിക്കറിൽ ആൾക്കാർ പതിപ്പിക്കാറുണ്ട്, നിയമവിരുദ്ധമാണ്. അതിൻ്റെ അടുത്ത പുതിയൊരു തട്ടിപ്പ് വെർഷനാണ് വാഹനത്തിൽ മാഗ്നറ്റിൽ പിടിപ്പിക്കുന്ന ഈ നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സൈഡിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, ഫ്രണ്ടിൽ വൈറ്റിലേക്ക് മാറ്റാം, അത് ബോക്സിലായിരിക്കും. അപ്പോൾ ഇതെന്തായി മോട്ടോർ കാറായി മാറും. അപ്പോൾ ഇത് കല്യാണ ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, മറ്റ് വാടക റെൻ്റ് ബേസിസിൽ ഈ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇത് എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റാവുന്ന നമ്പർ പ്ലേറ്റുകളാണ്. അതിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 6000 രൂപ, ഈ വാഹന ഉടമയിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്യാം? റീജിത്ത്, നമ്പർ പ്ലേറ്റിൽ തിരിമറി കാണിച്ച, അതും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തിരിമറി കാണിച്ചതാണ് ഇന്ന് പിടികൂടിയത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം എത്തിച്ചത്. റെന്റ് ക്യാബിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത വാഹനത്തിലാണ് കറുപ്പിൽ വെള്ള നമ്പർ പ്ലേറ്റുമായി എത്തിയത്. ഈ നമ്പർ പ്ലേറ്റ് നിയമപരമല്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടുകൂടി വാഹനത്തിന്റെ അകത്തിരുന്ന മാഗ്നറ്റിക് നമ്പർ പ്ലേറ്റ് എടുത്ത വാഹനത്തിൽ ഒട്ടിക്കുകയായിരുന്നു. ഇത് ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിച്ചു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൃത്രിമം കാണിച്ചത്. ഇതോടെയാണ് 6000 രൂപ പിഴ ഈ വാഹനത്തിന് ഈടാക്കിയിരിക്കുന്നത്. പുതിയ നമ്പർ പ്ലേറ്റ് ഹാജരാക്കിയ ശേഷം വാഹനം റോഡിൽ ഇറക്കിയാൽ മതി എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.